ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ എഴുതി അറിയിക്കുന്ന പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ പ്രത്യേകമായി നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കുമേലെയും അവിടുന്ന് തക്ക സമയത്ത് കരുണ പൊഴിച്ചിരിക്കും. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലഭിക്കുന്നതിന്, നിങ്ങളെ യോഗ്യരാക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് കാലതാമസം വരുത്തുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്വീകരിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, അത് സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ? എളിമയുള്ള ഹൃദയത്തിലാണ് ദൈവം കരുണ ചൊരിയുന്നത്. കർത്താവ് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ 2026 വർഷം പ്രതീക്ഷയുടെയും സത്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും വർഷമാകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കയ്യിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ്. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് ഉറങ്ങാം. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയും നിസ്സഹായ അവസ്ഥയും ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. ആരും എന്തും വിളിച്ചു പറയുന്നത് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. ഈ ലോകത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഒത്തിരി വാർത്തകൾ പടർന്നു പിടിക്കുന്നുണ്ട്. ഈ വാർത്തകൾ കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല. എന്തെന്നാൽ നിങ്ങളുടെ ജീവിതം കർത്താവിൽ സുരക്ഷിതമാണ്. കർത്താവാണ് നിങ്ങളുടെ ഇടയൻ. കർത്താവാണ് നിങ്ങളുടെ സഹായം. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവന് ഒന്നിനും ഒരിക്കലും കുറവുകൾ വരികയില്ല. അതിനാൽ ചുറ്റുവട്ടത്തും നാം നോക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശയർപ്പിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്ന് നാം വായിക്കുന്ന സങ്കീർത്തനം 42 അധ്യായത്തിൻ്റെ 5 വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഈ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മുടെ വിഷാദങ്ങളെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി, നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ വിഷമങ്ങളെ കർത്താവ് അറിയുന്നു. ആ വിഷമത്തോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? നിങ്ങൾ നെടുവീർപ്പിടുന്നത് എന്തിന്? കർത്താവില്ലേ നിങ്ങൾക്ക് തുണയായി. കർത്താവിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന് സാധിക്കാത്തതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ആത്മശോധന ചെയ്യുക. ദൈവവചനവും ദൈവത്തെയും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് അറിയായിക കൊണ്ടല്ലേ നാം ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കുന്നത്? നമ്മുടെ വിശ്വാസം എത്ര ലളിതമാണ് എന്ന് നാം ഓർക്കുക. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പോലും ഇങ്ങനെ വിളിച്ചു: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അങ്ങനെയെങ്കിൽ നാം എപ്പോഴും വിശ്വാസത്തിൽ വളരേണ്ടതിൻ്റെ ആവശ്യമാണ് ഈശോ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമ്മെ സഹായിക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച സമസ്ത സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തി നമുക്കറിയായിക കൊണ്ടാണ് ഇന്ന്
ഓരോ പ്രയാസങ്ങളിലും നാം പതറിപ്പോകുന്നത്, ഓരോ പ്രശ്നങ്ങളെയും കാണുമ്പോൾ പതറുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അസ്വസ്ഥതപ്പെടുന്നു. അതിനാൽ ഇന്ന് ഞാൻ എന്നെ തന്നെ ആത്മശോധന ചെയ്യുന്നു. നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. പിതാവായ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ ശക്തിയെക്കുറിച്ചും എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. നാളത്തെ നമ്മുടെ യാത്രകളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, ഉദ്യമങ്ങളെ എല്ലാം സമർപ്പിക്കുക. ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനെ ഓർത്താണ് ഭാരപ്പെടുന്നത് എന്ന് ഓർക്കുക. വിശ്വസിക്കുക, കർത്താവ് എല്ലാം നിങ്ങൾക്ക് നന്മയെ വരുത്തുകയുള്ളൂ. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് മുൻകൂട്ടി കരുതിയിട്ടുണ്ട്. നിങ്ങൾ കർത്താവിലേക്ക് തിരിയുക. പ്രശ്നങ്ങൾ വരുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും പേടിപ്പെടുത്തുന്നത് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ദൈവമുണ്ട്. അവിടുന്ന് സത്യസന്ധനും സർവശക്തനും സകലത്തിൻ്റെയും അധിപനുമാണ്. അപ്പോൾ നിങ്ങളെ അവൻ ഇത്രമാത്രം കരുതുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ഒത്തിരി നിങ്ങളെ കരുതുന്നുണ്ട്. അതിനാൽ നിങ്ങൾ എന്തിനു ഭാരപ്പെടണം? നിങ്ങൾ ഇപ്പോൾ കർത്താവിൽ വിശ്വാസമർപ്പിക്കാതെ ഭാരപ്പെടുന്നു എങ്കിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെക്കുറിച്ചും നിന്റെ ശക്തിയെക്കുറിച്ചും നിന്റെ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണമേ. എന്നെ പഠിപ്പിച്ചു തരണമേ. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥനായി ഭയപ്പെട്ട് വിഷമത്തിലായിരിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ വിശ്വാസരാഹിത്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിനോട് മാപ്പ് പറഞ്ഞ് ചോദിക്കാം, കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ അവിശ്വാസത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, കരുണ തോന്നണമേ. ഞങ്ങളെ അലട്ടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നീ ഇടപെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും നീ ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുന്നു എങ്കിൽ വലിയ കാര്യങ്ങളിൽ എത്രയധികമായി നീ പരിഗണിക്കുകയില്ല. എൻ്റെ കർത്താവേ, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ വേദന മറന്ന്, ശാരീരിക രോഗങ്ങളെ, വേദനകളെ, അസ്വസ്ഥതകളെ മറന്ന് സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കരുണ തോന്നണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യം, കുടുംബപരമായ ആവശ്യം എല്ലാത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ സുരക്ഷിതത്വത്തിന് കീഴിൽ ഈ രാത്രിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ദൂരയാത്രയ്ക്ക് പോയിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ അവരുടെ വാഹനങ്ങളോടൊപ്പം കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ പ്രതീക്ഷയായിട്ടിരിക്കുന്ന എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ അത്ഭുതകരം ഇപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും വീണ്ടും ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ മക്കളെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി നാളത്തെ ദിവസം കാണാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സ്വസ്ഥമായ ഉറക്കം നൽകി, മനസ്സിന് സന്തോഷം നൽകി, സമാധാനം നൽകി, നല്ലൊരു ഉറക്കം കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.